ഗോഡ്സ് ആൻഡ് ഗോഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കൂൺ കറി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി ബൺ കൂണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ഈ കൂൺ അങ്ങനെ തന്നെ അതിലിട്ടിട്ട് നന്നായി കഴുകിയെടുക്കുക. അത് അരിയാട്ടോ, അരിഞ്ഞിട്ടും ഈ മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി കഴുകി വയ്ക്കുക കേട്ടോ, കഴുകി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് സബോള, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക് എല്ലാം ചേർത്ത് തക്കാളി അടക്കം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളാണ് ചേർത്തത്. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടി, അതുപോലെ നമ്മുടെ കുരുമുളക് പൊടിയില്ലേ അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തു. എന്നിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ കഴുകി മാറ്റി വെച്ച ഈ കൂണില്ലേ അതിലേക്ക് തട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തു, നന്നായി മൂടി വയ്ക്കുക. നന്നായി തിളച്ചതിന് ശേഷം അത് പാകം നോക്കുക. കണ്ടോ, അധികം വെള്ളം ഓവറാക്കണ്ട, ഇങ്ങനെ കുഴമ്പ് പോലെ എടുക്കുക. പിന്നെ മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തെടുക്കുക. അത്ര തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പോ, ഞങ്ങൾ ചപ്പാത്തിക്ക് പരം കഴിച്ചത്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയോ കേട്ടോ.